അപ്പോൾ എല്ലാവർക്കും OMKV കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വടുകപ്പുളി, അതായത് വടുകപ്പുളി ഈന്തപ്പഴവും കൂടി ഇട്ടിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി പോണേ. സാധാരണ നമ്മൾ ഈ ചിക്കനും ബീഫൊക്കെ അല്ലേ ചെയ്യണം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം പിന്നെന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും നമ്മുടെ കൊച്ചിക്കാരുടെ കല്യാണത്തിന്, കൊച്ചിയിൽ കുമ്പളങ്ങിയിലൊക്കെ മസ്റ്റായിട്ടുള്ള സാധനമാണ്. കല്യാണത്തിന് ഈ സാധനം ഇല്ലാണ്ടുള്ള പരിപാടിയില്ല. ബിരിയാണിയുടെ കൂടെ ഇതിങ്ങനെ അരിയിൽ വെച്ചിട്ട് നാക്കി തിന്നുമ്പോൾ എന്താ ടേസ്റ്റ്. അച്ചാറില്ലെങ്കിൽ ചിലപ്പോൾ ബിരിയാണി കഴിക്കാത്ത ആൾക്കാരുണ്ട്. അമ്മാതിരി അച്ചാറാണത്. അപ്പോൾ ആ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കാണിച്ചത്. നമ്മൾ ഈ ചിക്കനും മട്ടനൊക്കെ മട്ടൻ ഉണ്ടാക്കില്ല, ചിക്കനും ബീഫൊക്കെ അല്ലേ എപ്പോഴും ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ, അച്ചാർ പറ്റുമെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാം. മുരിങ്ങാക്കോൽ അച്ചാർ അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വടുകപ്പുളി അച്ചാർ ഉണ്ടാക്കാം. ഇതാണ് നമ്മുടെ വടുകപ്പുളി. സാധനമൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ വടുകപ്പുളി ഉണ്ട്, ഈന്തപ്പഴം ഉണ്ട്. പിന്നെ നമ്മൾ വടുകപ്പുളി തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു കത്തിയുണ്ട്, അതായത് ഒരു പുതിയ കത്തിയാണ് ഇത്. സംഭവം കത്തിയുടെ പുറകിലൊരു കഥയുണ്ട്. സംഭവം വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണുന്ന പുള്ളിയാണ്. പുള്ളിയുടെ പേര് ടിബിൻ എന്നാണ്. പുള്ളി പറഞ്ഞു, ചേട്ടാ എന്തൊക്കെ വിശേഷം? പറഞ്ഞു ഫ്രീ ആണെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ. ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ ചൂണ്ടിടാൻ പോകുന്നുണ്ട്, വരികയാണെങ്കിൽ കാണാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ വീട് പാലാരിവട്ടത്താണ്, ഞങ്ങളിവിടെ കൊച്ചിയിൽ. ഞാൻ രാവിലെ 6 മണി 6:15 ചെല്ലാനത്ത് ചൂണ്ടിടാൻ ചെന്നപ്പോൾ അവനും വൈഫും കൂടി വന്നേക്കണേ, രണ്ടുപേരും കൂടി വന്നേക്കണേ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾ ചൂണ്ടിടാനൊക്കെ പോയി, അവിടെയൊക്കെ കറങ്ങി. മീനൊന്നും കിട്ടിയില്ല. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി അപ്രതീക്ഷിതമായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു വന്നിട്ട്, അതായത് കത്തി, പിന്നൊരു മറ്റേ ഗ്രില്ല് ചെയ്യുന്ന ഒരു സംഭവം, പിന്നെ ഒരു ഗ്രിപ്പർ, പിന്നൊരു സാധനം കൂടി ഉണ്ടാകുന്നല്ലോ, ഗ്രിപ്പർ. അങ്ങനെ 2-3 സാധനങ്ങൾ പുള്ളി വാങ്ങിച്ചിട്ട് വന്നത്. അപ്പോൾ പുള്ളിക്ക് പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ ഈ കത്തി നമുക്കൊരു ഇടത്തരം കത്തിയുടെ ശരിക്കും പറഞ്ഞ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കത്തി ഞാൻ ഔദ്യോഗികമായിട്ട് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അപ്പോൾ ടിബിനും അവൻ്റെ വൈഫിനും പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ കത്തി നമ്മൾ എന്താ പറയുക, വടുകപ്പുളി തൊലി ചെത്തിക്കണം. അപ്പോൾ തൊലി ചെത്തി തന്നെ നമ്മളിന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോണേ. അടിപൊളി, നല്ല സൂപ്പർ മൂർച്ചയാണ് കേട്ടോ മച്ചാനെ. ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞാൽ പോരാ മച്ചാന്, ഒരു 2-3 പ്രാവശ്യം ഞാൻ നന്ദി പറയണേന്ന്. എന്നാലും വെളുപ്പിന് 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളോട് എന്തൊരു സ്നേഹം ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹം ഞാൻ എല്ലാവരോടും തിരിച്ച് നിലനിർത്താനും കാണിക്കാനും പരമാവധി ഞാൻ ശ്രമിക്കാം. അപ്പോൾ അത്യാവശ്യം സംഭവങ്ങളൊക്കെ അറിയാനും എല്ലാത്തിനും ഇതെടുക്കാം. സംഭവം പുള്ളി കത്തിയും മറ്റേ ഇതും ഗ്രില്ല് ചെയ്യണ ഒരു സംഭവം, പിന്നെ മറ്റേ കത്രിക ഉണ്ടായിരുന്നു, അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. സാധനം നല്ലോണം ചെത്തണം, നാരങ്ങ നല്ലോണം ചെത്തണം. വടുകപ്പുളി നാരങ്ങ എന്ന് പറഞ്ഞാൽ നമുക്കിത് കടയിൽ കിട്ടും. വേറെ സ്ഥലങ്ങളിലൊക്കെ എന്താണ് പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങളവിടെ മറ്റേതാടോ എന്നും പറഞ്ഞിട്ട് ആൾക്കാർ അദ്ഭുതമൊക്കെ പറയും. നമ്മുടെ അവിടെ പറയുന്ന പേരല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിഞ്ഞ് 2-3 പീസാക്കി എടുക്കണം. ചെറിയ കുരുവൊക്കെ ഉണ്ട്, അതൊക്കെ പയ്യെ അങ്ങോട്ട് തോണ്ടിക്കളയാം. സംഭവം നമ്മൾ പെറുക്കി മാറ്റി ഒരെണ്ണം അരിച്ചു കഴിഞ്ഞ്. അപ്പോൾ അത് മാറ്റണേന് കുരുവൊക്കെ ചില ആൾക്കാർ കളയും, ചില ആൾക്കാർ കളയില്ല. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യത്തിന് ചെയ്താൽ മതി. കുരു നമ്മൾ പരമാവധി കളഞ്ഞെടുക്കാൻ ആണ് ഞാൻ നോക്കണം. അപ്പോൾ നമ്മൾ നാരങ്ങ അരിഞ്ഞു കഴിഞ്ഞ്, സംഭവിച്ചാൽ ഞാൻ ഇത്തിരി വലുതാക്കിയാണ് അരിഞ്ഞേക്കണം. അപ്പോൾ വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം സോഫ്റ്റായിട്ട് അരിഞ്ഞ് ഇതായി പോയിക്കോളും. അതാണ് ഇത്തിരി വലുതാക്കി അരിഞ്ഞേക്കണം. സംഭവം നമുക്ക് എല്ലാവർക്കും ഈ സാധനം ഇഷ്ടമാണ്. അതുകൊണ്ട് നാരങ്ങയും തിന്നും ഈന്തപ്പഴം തിന്നും. ചില ആൾക്കാർ ഈന്തപ്പഴം മാത്രമേ തിന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ചെറുതാക്കി അരിഞ്ഞ് അങ്ങോട്ട് വേവിച്ച് കളഞ്ഞാൽ മതി. പക്ഷെ നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നാരങ്ങ ഇത്തിരി വലുതാക്കി അരിഞ്ഞത്. ഇനി നമ്മൾ ഈന്തപ്പഴം അരിഞ്ഞിട്ട് കഴുകി ഒന്ന് റെഡിയാക്കണം.
ഈന്തപ്പഴം സംഭവം ഏതാണ്ട് അതിൻ്റെ അത്രയും വേണ്ട, നമ്മുടെ ഈ നാരങ്ങ അരിഞ്ഞതിൻ്റെ അത്രയും വേണ്ട നമുക്ക്. ഈ കല്യാണ വീട്ടിലൊക്കെ ഇതേപോലെ സഹായിക്കാൻ വേണ്ടി പോകുമ്പോൾ ഈന്തപ്പഴം അരിയാനുണ്ടാവും. അപ്പം ഇങ്ങനെ ഈന്തപ്പഴം അരിയുന്നു, ഒരെണ്ണം അരിയുന്നു, ഒരെണ്ണം തിന്നുന്നു, ഒരെണ്ണം അരിയുന്നു, ഒരെണ്ണം തിന്നുന്നു. അതാണ് നമ്മുടെ പരിപാടി. കുരു അതാണ് നമ്മുടെ പരിപാടി. അതുകൊണ്ട് ആമ്പിള്ളേരൊന്ന് ഈന്തപ്പഴം അരിയാൻ വേണ്ടി ഈന്തപ്പഴമൊക്കെ അരിയണം എടുത്തിട്ട് ഈന്തപ്പഴം കശുവണ്ടിപ്പരിപ്പ് ആ ഭാഗത്തായിട്ട് അടുപ്പിക്കില്ല. ഞങ്ങൾക്ക് വല്ല കോട്ടൽ അരിയാനാ ഇറച്ചി കഴുകാനാ അങ്ങനത്തെ പരിപാടികളായിരിക്കുമല്ലോ ഇപ്പോൾ. അതായത് ഈന്തപ്പഴം അരിയണമെന്ന് സിമ്പിളാണ്. ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ ഒരു പീസ് അങ്ങോട്ട് അരിയുക. അത് കഴിഞ്ഞ് ഈ കുരുവിൻ്റെ അരി കൂടി ഇതിങ്ങനെ ഒരു അരിയിൽ അരിയുക, പിന്നെ ഇപ്പുറത്തൂടി ഇങ്ങനെ അരിയുക. ഉണ്ടാ അപ്പം ഇങ്ങനെ പോകുന്നു, ഉണ്ടാ കുരു മാറിപ്പോകും. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഉണ്ടാ ഇങ്ങനെ അരിയുക, കുരുവിൻ്റെ ഇപ്പുറത്തൂടി ഒരു അരിയുക, കുരുവിൻ്റെ ഇവിടെ അരിയുക, കുരുവിൻ്റെ ഇവിടെ അരിയുക. ഉണ്ടാ പോകുന്നു. അപ്പോൾ ഈന്തപ്പഴം അരിഞ്ഞ് കഴിഞ്ഞ് ഈന്തപ്പഴം ഒന്ന് നമുക്ക് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ, നാരങ്ങയിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ടൊന്ന് പുരട്ടി വെക്കണം. പുരട്ടി വെച്ചാൽ അത് നമ്മൾ എടുക്കാനാകുമ്പോൾ, അതായത് കറിയിലേക്ക് ഇടാനാകുമ്പോൾ എടുത്താൽ മതി. ഇതൊന്ന് ഉപ്പും പഞ്ചസാരയും ഇതിൻ്റെ അകത്ത് പിടിക്കാനായിട്ട് ഇട്ട് വെക്കണം. ഇനി ഈന്തപ്പഴം ഒന്ന് എടുത്ത് നല്ലോണം കഴുകിയെടുക്കണം. പിന്നെ പച്ചവെള്ളവും ഇഞ്ചിയും വേപ്പില അങ്ങനെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് പച്ചവെള്ളം, ഇഞ്ചി, ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതിക്ക് മുമ്പ് വേറൊരു സാധനം കൂടി കാണിച്ചു തരാം. വേറൊരു ഐറ്റം കൂടി ഇറക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ സാധനങ്ങളൊക്കെ എല്ലാം ഇട്ട് വെക്കാൻ പറ്റിയ ഒരു ബോക്സാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെ 1-2 ചെറിയ ബോക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സാധനങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ട് വരാം. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഫുഡ് ആൻഡ് ട്രാവൽ അല്ല എബിൻ ചേട്ടൻ ഒരു ദിവസം ഇതേപോലത്തെ ഒരു സാധനം പുള്ളിയുടെ വീഡിയോയിൽ കണ്ട്, പിന്നെ ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ മേടിച്ച് എറണാകുളത്ത് പോയി വാങ്ങിച്ച് 250 രൂപ 260 രൂപ. ഒന്നും നോക്കില്ല, ഒരു 10 വർഷമെങ്കിലും ഇത് ഉപയോഗിക്കണം. മുതൽ സാധനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സവാളയും ഇഞ്ചിയും പച്ചവെള്ളമൊക്കെ അരിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ആക്കി. അപ്പം എടുക്കുമ്പോൾ ഒരു ഭംഗി വേണമല്ലോ. കണ്ടാ എല്ലാം നമ്മൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് അങ്ങോട്ട് ഇടാം. അപ്പോൾ ആദ്യമേ കുറച്ച് കടുക് കണ്ടിടണം. മാറിയെന്ന് പൊട്ടും. പറ്റിച്ച് പൊട്ടിയില്ല, അത് അങ്ങോട്ട് ചൂടായി വന്നതേ ഉള്ളൂ. അപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം അടിപൊളിയായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല സൂപ്പർ മണം തന്നെയുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പച്ചമുളക് ഇട്ട് പിന്നെ വേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി റെഡിയാക്കണം. പച്ചമുളക് അങ്ങോട്ട് ഇട്ടപ്പോൾ തന്നെ സൗണ്ട് മാറിയത് കണ്ടോ, പറഞ്ഞ പോലെ അടിച്ച് കളയാൻ. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് അച്ചാറ് പൊടി ഇടുന്നുണ്ട്. അത്യാവശ്യം നല്ലപോലെ തന്നെ അച്ചാറ് പൊടി ഇടണം. വേറെ പൊടികളൊന്നും ഇതിൻ്റെ അകത്ത് ഇടുന്നില്ല. അപ്പോൾ അച്ചാറ് പൊടി ഇടുന്നുണ്ട്. ഇനി ഇതൊന്ന് നല്ലപോലെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് നല്ലോണം മൂത്തിട്ടുണ്ട്. മുളക് പൊടി അച്ചാറ് പൊടി. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. വെള്ളം ഒന്ന് നൈസായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും
നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കാം. നാരങ്ങ ഒന്ന് നൈസായിട്ട് വെന്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈന്തപ്പഴം. ഓക്കെ, അപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. നമ്മൾ നാരങ്ങയിൽ കുറച്ച് ഉപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ അധികം ഉപ്പ് നമ്മൾ ഇടണ്ട, കുറച്ചിട്ടാൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ പുറമേ തന്നെ നാരങ്ങയും കൂടി ഇടാൻ പോണേണ്ട. ഇനി ഇതൊന്ന് ഇരുന്ന് തിളക്കണം. തിളച്ച് കഴിയുമ്പോഴേക്കും നാരങ്ങ ഒന്ന് വേകും. അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈന്തപ്പഴം ഇടാം. ഓക്കെ, ഇനി ചെറുതായിട്ട് വെയിറ്റ് ചെയ്യണം. പിന്നെ കായം പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഇത്തിരി കഴിഞ്ഞിട്ട് ഒന്ന് തിളച്ചോട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഇടാം കായം. തിളക്കുന്നുണ്ട് ഈന്തപ്പഴം ഇടാം. അപ്പോൾ എല്ലാം കൂടി നല്ലോണം തിളക്കുന്നുണ്ട്. ഏതാണ്ടൊക്കെ അത്യാവശ്യം നല്ല പരുവമായിട്ടുണ്ട്. അപ്പോൾ ഇനി ഈന്തപ്പഴം അങ്ങോട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഈന്തപ്പഴം ഇട്ടിട്ടുണ്ട്. ഞാൻ ഈന്തപ്പഴത്തിൻ്റെ അകത്ത് ഒരു കുരു ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ആർക്കാണ് അത് കിട്ടണമെന്ന് നോക്കാം. ചുമ്മാ രസം. സാധനം ഇനി ഒരു തിളക്കലും കൂടി തിളക്കട്ടെ. അപ്പം നമ്മുടെ അച്ചാർ ഏതാണ്ടൊക്കെ റെഡിയാണ്. കുറച്ച് കായം പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചിട്ടാൽ മതി, വേണം ഇത്രയും മതി. എന്നിട്ട് ഒന്ന് ഇളക്കണം. കായവും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കാനാകുമ്പോൾ മാത്രം വിനാഗിരി ഒഴിച്ചെടുത്താൽ മതി. ഏതാണ്ടൊക്കെ റെഡിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വിനാഗിരി ഏറ്റവും അവസാനമായിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് വെറുതെ ഇറക്കി വെച്ചാൽ മതി. നമ്മുടെ അച്ചാർ, വടുകപ്പുളി അച്ചാർ റെഡി. സംഭവം വെള്ളം ഇത്തിരി കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ അച്ചാർ ഇത് നല്ല ടേസ്റ്റ് വന്നത് നാളെ വരുള്ളൂ. നാളെ ആകുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ടൊന്ന് ചേച്ചിക്ക് പിടിച്ച് അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി കേട്ടോ. ഞാൻ പറഞ്ഞു നല്ല ചൂടുണ്ട്, കൈ കൊള്ളുന്നുണ്ട്. പക്ഷെ എന്നാലും കഴിച്ചോളൂ. അച്ചാറിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ തോണ്ടി വിരലും എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഇതിങ്ങനെ അങ്ങോട്ട് കയറൂലേ, അതങ്ങോട്ട് കയറുന്നുണ്ട്. ഇപ്പം നാളെ എന്തായിരിക്കും കുഴപ്പമില്ല. ഞാൻ വീഡിയോ വെച്ചിട്ട് നാളെയും കൂടി എന്തായാലും എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു നാരങ്ങ ഈന്തപ്പഴം. നല്ല ചൂട്.
ഈ പരുത്തിയിലയിൽ കഴിക്കണം തന്നെ വെറുതെ അല്ല, പരുത്തിയിലയിൽ നൈസ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പക്ഷെ ഇതിൻ്റെ അകത്ത് നിന്ന് തോണ്ടി തിന്നുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ട്. ഒരു രക്ഷയിലിടാം, അടിപൊളിയാ. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പച്ചന്മാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ ഈ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വടുകപ്പുളി അച്ചാർ ഈന്തപ്പഴം ഇട്ടത്. അപ്പോൾ ഇനി നമ്മുടെ അച്ചാർ ഒന്ന് തിന്ന് നോക്കണം, കഴിച്ച് നോക്കണം. ശരിക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ചാർ ഒരു ദിവസം കഴിയണം. നാളെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ അച്ചാർ കഴിച്ച് നോക്കണം. സംഭവം കഴിക്കാനായിട്ട് ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല, ഒരു പരുത്തിയില എടുത്തിട്ടുണ്ട്. ഓർമ്മകളിലേക്ക് നിങ്ങൾ തിരിച്ചു പോയി ഒരു പരുത്തിയിലയുമായിട്ട് വന്നേക്കണേ. കാര്യം കല്യാണ വീട്ടിൽ തലേ ദിവസം നമ്മുടെ ചേട്ടന്മാരൊക്കെ ഒരു പരുത്തിയില എടുത്തിട്ട് തന്നുവിടും. ഇത്തിരി അച്ചാർ മേടിച്ചിട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പരുത്തിയിലയിൽ അച്ചാർ മേടിച്ചൊരു ഓർമ്മയിൽ ഞാൻ ഈ സാധനം പരുത്തിയിലയിൽ ഇട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. ടേസ്റ്റ് ഇനി കൂടുതലാണെന്ന് അറിയാൻ പാടില്ല. ഞാൻ നല്ല ചൂടുണ്ട്, കൈ കൊള്ളുന്നുണ്ട്. പക്ഷെ എന്നാലും കഴിച്ചത് അച്ചാറിങ്ങനെ വിരലുകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ തോണ്ടി വിരലും എടുത്തിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ആ ഒരു ഇതിങ്ങനെ അങ്ങോട്ട് കയറൂലേ, അതങ്ങോട്ട് കയറുന്നുണ്ട്. ഇപ്പം നാളെ എന്തായിരിക്കും കുഴപ്പമില്ല, ഞാൻ വീഡിയോ വെച്ചിട്ട് നാളെയും കൂടി എന്തായാലും എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഒരു നാരങ്ങ ഈന്തപ്പഴം നല്ല ചൂട്. ഈ പരുത്തിയിലയിൽ കഴിക്കണം തന്നെ വെറുതെ അല്ല, പരുത്തിയിലയിൽ നൈസ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോകണം. പക്ഷെ ഇതിൻ്റെ അകത്ത് നിന്ന് തോണ്ടി തിന്നുന്ന ഒരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ട്. ഒരു രക്ഷയിലിടാം, അടിപൊളിയാ. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പച്ചന്മാരെ, അമ്മമാരെ, പെങ്ങന്മാരെ, കുഞ്ഞുമക്കളെ, നിങ്ങൾ ഈ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വടുകപ്പുളി അച്ചാർ ഈന്തപ്പഴം ഇട്ടത്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡിയാണ്, ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാകും എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ പയ്യെ ഇളക്കി റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് എടുത്ത് കഴിച്ച് നോക്കിയാൽ മാത്രം മതി. കൊള്ളാമോ? പൂപ്പറാമോ?